നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. രാസവളങ്ങളുടെ വിലവർധനയിൽ പ്രതിഷേധവുമായി കിസാൻ സഭ. സംസ്ഥാനമൊട്ടാകെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം. കൊല്ലപ്പള്ളിയിൽ ഫാം ഹൌസിലെ കവർച്ച. പ്രതികളായ കാഞ്ഞിരപ്പള്ളി കൂട്ടിക്കൽ സ്വദേശികൾ പിടിയിൽ. പ്രതികൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് ഫാം ഹൌസിലെ ഓട്ടോറിക്ഷയും സ്കൂട്ടറും. കനാൻ വയോജന സംരക്ഷണ വില്ലേജിന്റെ സമർപ്പണം ഈ മാസം 18-ന്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സമർപ്പണം നടത്തും. പാമ്പാടി ചെറുവള്ളിക്കാവിൽ 12 പാത്ര ഗുരുതി ഈ മാസം 12-ന്. ദർശന പ്രാധാന്യം. വാർത്തകൾ വിശദമായി. രാസവളങ്ങളുടെ വിലവർധന അടിയന്തരമായി പിൻവലിക്കണമെന്ന് കിസാൻ സഭ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് സംസ്ഥാനമൊട്ടാകെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് കർഷക മാർച്ച് നടത്തി. കോട്ടയത്ത് BSNL ഓഫീസിലേക്കായിരുന്നു മാർച്ച്. രാജ്യത്തെ കർഷകരെ കൊള്ളയടിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭീമമായ രാസവള വിലവർധന അടിയന്തരമായി പിൻവലിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കേരള സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയെ തകർക്കുന്ന ഈ കർഷക വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായ രാസവള വിലവർധന കേന്ദ്ര സർക്കാർ ഉടൻ പിൻവലിക്കുക. വെട്ടിക്കുറച്ച വളം സബ്സിഡി പൂർവ്വസ്ഥിതിയിലാക്കി കർഷകർക്ക് ആശ്വാസം നൽകുക. കർഷകർക്ക് ആവശ്യമായ രാസവളങ്ങൾ സൊസൈറ്റികൾ വഴിയും മറ്റും കരിഞ്ചന്തയില്ലാതെ യഥേഷ്ടം ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കിസാൻ സഭ ആവശ്യപ്പെടുന്നു. കിസാൻ സഭ കോട്ടയം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും നടത്തിയത്. കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി EN ദാസപ്പൻ ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, ധാന്യവിള കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് അവർക്ക് റബ്ബറാണെങ്കിലും കുരുമുളകാണെങ്കിലും ഏലമാണെങ്കിലും നാളികേരമാണെങ്കിലും അവർക്ക് കിട്ടുന്ന ഉൽപാദനത്തിന്റെ വിലയിൽ സിംഹഭാഗവും ഈ രാസവളത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ കൃഷി കൊണ്ട് അവന് ജീവിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്ത് വളർന്നു വരുമ്പോൾ ഇതിനെതിരായിട്ടുള്ള നിശക്തമായിട്ടുള്ള സമരം അഖിലേന്ത്യാ തലത്തിൽ, ദേശീയ തലത്തിലും അത് പ്രാദേശിക തലത്തിലും കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഇന്ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മണ്ഡലം കേന്ദ്രങ്ങളിലും ഇത്തരം ചെറുതും വലുതുമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിലൂടെ കിസാൻ സഭയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഈ കർഷക വിരുദ്ധ നയങ്ങളിൽ നിന്ന് പുറകോട്ട് പോകണം. ഈ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള വളം സബ്സിഡി പുനഃസ്ഥാപിച്ചുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് സൊസൈറ്റി മുഖാന്തരമുള്ള പൊതു ഏജൻസികളിലൂടെ കൃഷിക്കാർക്ക് വളം എത്തിച്ചു കൊടുക്കുവാനായിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം. കൃഷിയെ സംരക്ഷിക്കണം. ഗവൺമെന്റ് മുന്നോട്ട് വരണം. മാത്യു മൈക്കിൾ അധ്യക്ഷനായി. യോഗത്തിൽ കിസാൻ സഭ ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് കേശവനാഥ്, CPI അസിസ്റ്റന്റ് സെക്രട്ടറി NN വിനോദ്, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി G ജയകുമാർ, AISF മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഘവനാഥ്, സണ്ണി വട്ടവേലി, ബിജു, ജോസഫ്, രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊല്ലപ്പള്ളിയിൽ ഫാം ഹൌസിൽ കവർച്ച നടത്തിയ പ്രതികൾ പോലീസ് പിടിയിലായി. ഓട്ടോറിക്ഷയും സ്കൂട്ടറും മോഷ്ടിച്ച കാഞ്ഞിരപ്പള്ളി സ്വദേശി ആഷിഖ് മുഹമ്മദ്, കൂട്ടിക്കൽ സ്വദേശി ഇനായത്ത് റസാഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒന്നാം പ്രതി അൽത്താഫ് നൂഹിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊല്ലപ്പള്ളി കാരിക്കവലയിലെ ഫാം ഹൌസിൽ കവർച്ച നടത്തി പെട്ടി ഓട്ടോ, സ്കൂട്ടർ, മൊബൈൽ ഫോൺ, പണം, കമ്പനി രേഖകൾ എന്നിവ മോഷ്ടിച്ച കേസിൽ 2 പ്രതികളെ മേലികാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി തോട്ടുമുഖം മുഞ്ഞനാട്ടുപറമ്പിൽ വീട്ടിൽ ആഷിഖ് മുഹമ്മദ്, മുണ്ടക്കയം കൂട്ടിക്കൽ കരിപ്പായൽ വീട്ടിൽ ഇനായത്ത് കെ റസാഖ് എന്നിവരാണ് അറസ്റ്റിലായത്. 2026 ഏപ്രിൽ 9-ന് രാത്രി 10 മണിക്കും ഏപ്രിൽ 10-ന് രാവിലെ 6 മണിക്കും ഇടയിലാണ് സംഭവം. കൊല്ലപ്പള്ളി കാരിക്കവലയിൽ പ്രവർത്തിക്കുന്ന ഫാം വാൻറ്റേജ് പ്രൊമോഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഫാം ഹൌസിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ മാനേജിംഗ് പാർട്ണർ ഉറങ്ങിക്കിടന്ന മുറിയിൽ നിന്ന് 3000 രൂപയും വിവോ മൊബൈൽ ഫോണും മോഷ്ടിച്ചു. തുടർന്ന് ഓഫീസിന്റെയും വാഹനങ്ങളുടെയും താക്കോൽ കൈക്കലാക്കി കമ്പനി ഓഫീസിൽ കയറി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും അപഹരിച്ചു. ശേഷം കമ്പനി കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ഏകദേശം 1.3 ലക്ഷം രൂപ വില വരുന്ന പിയാജിയോ ആപ്പെ പെട്ടി ഓട്ടോറിക്ഷയും 1 ലക്ഷം രൂപ വില വരുന്ന TVS ജൂപ്പിറ്റർ സ്കൂട്ടറും മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. ആകെ 2.38 ലക്ഷം രൂപയുടെ സ്വത്തുക്കളും 3000 രൂപയും കമ്പനി രേഖകളും നഷ്ടപ്പെട്ടതായി പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ മേലികാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. IPS HO സന്തോഷ് സജീവിന്റെ നേതൃത്വത്തിൽ ASI രമേശ് AC, ASI ജസ്റ്റിൻ ജോസഫ്, CPOമാരായ അഭീഷ് കുമാർ, റുബാസ് കബീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ ഈരാറ്റുപേട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിലെ 1-ാം പ്രതിയായ അൽത്താഫ് നൂഹ് നിലവിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു കേസിൽ റിമാൻഡിൽ കഴിയുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ.
തിരുവഞ്ചൂർ മോർ അന്തോണിയോസ് ഇവാഞ്ചലിക്കൽ മിഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്കായി നിർമ്മിച്ച കനാൻ വയോജന സംരക്ഷണ വില്ലേജിന്റെ സമർപ്പണം ഈ മാസം 18-ന് നടക്കും. വൈകുന്നേരം 3 മണിക്ക് യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസേലിയോസ് ജോസഫ് ബാവ വെഞ്ചരിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ കനാൻ വയോജന സംരക്ഷണ സാന്ത്വന വില്ലേജിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ധ്യാനകേന്ദ്രം മാനേജർ ഫാദർ ബിനോയ് ചാക്കോ, സംഘാടക സമിതി കൺവീനർ അനിയൻ മാത്യു, ഫാദർ കുര്യാക്കോസ് റമ്പാൻ, ഫാദർ എബിൻ എബ്രഹാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ 2026 ജൂലൈ 18-ാം തീയതി അതിന്റെ 3 മണിക്ക് അതിന്റെ കൂദാശ കർമ്മവും 4 മണിക്ക് അതിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയാണ്. അതിന്റെ കൂദാശ നിർവഹിക്കുന്നത് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക അബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവായും സഭയിലെ മെത്രാപോലിത്തന്മാരും വൈദികരും സന്യാസിനികളും എല്ലാം പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാം നമ്മുടെ തിരുവഞ്ചൂരിൽ വെച്ച് ഇതിന്റെ കൂദാശ കർമ്മം നിർവഹിക്കും. തുടർന്ന് 4 മണിക്ക് തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് നമ്മുടെ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം, പൊതുസമ്മേളനം എല്ലാം നടത്തുന്നത്. ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവറുകളാണ്. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ ദർശന പ്രാധാന്യമേറിയ 12 പാത്ര ഗുരുതി ഈ മാസം 12-ന് നടക്കും. രാത്രി 7:45-ന് നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ 3ാമത് 12 പാത്ര ഗുരുതി വഴിപാട് ഈ മാസം 12-ന് നടക്കും. വെള്ളിയാഴ്ച രാത്രി 7:45-ഓടെ ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാവുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വർഷത്തിൽ 2 തവണയാണ് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ 12 പാത്ര ഗുരുതി നടക്കുന്നത്. കൂടാതെ 2 തവണ ക്ഷേത്രം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ നടഗുരുതിയും നടക്കുന്നു. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചാന്താട്ടം വഴിപാടും ക്ഷേത്ര പുനർനിർമ്മാണത്തിന് ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ടെന്ന് ക്ഷേത്രം ദേവസ്വം സെക്രട്ടറി സജികുമാർ MR അറിയിച്ചു. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് കർക്കിടകം 1 മുതൽ 32 വരെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ഭഗവതി സേവ, രാമായണ പാരായണം, ഭജന എന്നിവയുണ്ടായിരിക്കും. കർക്കിടക വാവുബലി ദിനമായ ആഗസ്റ്റ് 12-ന് വെളുപ്പിനെ 5 മുതൽ ക്ഷേത്രക്കടവിൽ പിതൃതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇരുന്ന് പിതൃതർപ്പണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് നിന്നുകൊണ്ട് ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ഒരുക്കും. അന്നേ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് തിലഹോമം, നമസ്കാരം, പിതൃപൂജ തുടങ്ങിയ വഴിപാടുകളും നടത്താവുന്നതാണ്. കർക്കിടക മാസം 27-ാം തീയതി, അതായത് ആഗസ്റ്റ് 12 ബുധനാഴ്ച രാവിലെ 5 മുതൽ ക്ഷേത്ര കടവിൽ കർക്കിടക വാവുബലി നമ്മൾ നടത്തുവാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വർഷങ്ങളായിട്ട് ഭക്തജനങ്ങളുടെ നല്ല പങ്കാളിത്തം നമുക്കതിന് ഉറപ്പാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇരുന്ന് ബലിതർപ്പണം നടത്തുവാൻ ബുദ്ധിമുട്ട് ഉള്ള ഭക്തജനങ്ങൾക്ക് നിന്ന് ആ വഴിപാട് നടത്തുവാൻ, തർപ്പണം നടത്തുവാനുള്ള സൗകര്യം കൂടി നമ്മൾ ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ കർക്കിടക മാസത്തെ ആയില്യ പൂജയും വാവുബലി ദിനമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം സെക്രട്ടറിക്കൊപ്പം പ്രസിഡന്റ് AN രാജേന്ദ്രൻ നായർ, വൈസ് പ്രസിഡന്റ് PR അജിത് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. റംബുട്ടാൻ കൃഷിയിലൂടെ ജീവിത വിജയം നേടിയിരിക്കുകയാണ് ചാമമ്പതാൽ സ്വദേശി തോമസ് നടുവത്താനിൽ. തന്റെ 3 ഏക്കർ തോട്ടത്തിലാണ് റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഏറെ പ്രചാരം നേടിയ ഫലവർഗ ചെടിയാണ് റംബൂട്ടാൻ. മുള്ളംപഴം എന്ന പേരിലും ഇതറിയപ്പെടുന്നു. പഴങ്ങളിലെ രാജകുമാരി എന്നും ദേവതകളുടെ ഭക്ഷണം എന്ന് വിശേഷിക്കപ്പെടുന്ന റംബൂട്ടാൻ പഴം സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവുമാണ്. റംബൂട്ടാൻ കൃഷിയിലൂടെ ജീവിത വിജയം നേടിയ ചാമമ്പതാൽ കന്നുകുഴി സ്വദേശി തോമസ് നടുവത്താനി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇവിടെ. തന്റെ 5 ഏക്കർ കൃഷിഭൂമിയിൽ 3 ഏക്കർ സ്ഥലത്താണ് റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കുന്നത്. 1 ഏക്കർ സ്ഥലത്ത് 35 റംബൂട്ടാൻ മരങ്ങളാണുള്ളത്. റബ്ബർ കൃഷി പാടെ ഉപേക്ഷിച്ചാണ് ഇദ്ദേഹം റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിഞ്ഞത്. തൈ വെച്ച് കഴിഞ്ഞ് 3-ാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. നല്ല ലാഭം കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതായി തോമസ് നടുവത്താനി പറഞ്ഞു. ഞാൻ ഈ റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിയുന്ന സമയത്ത് റബ്ബറിന് വിലയില്ലായിരുന്നു. അങ്ങനെയാണ് റബ്ബർ വെട്ടിയ ശേഷം റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിഞ്ഞത്. അത് ഇപ്പം ഞാൻ റംബൂട്ടാൻ വെച്ചിരിക്കുന്നത് 3 ഏക്കർ. 3 ഏക്കറിനകത്ത് കൃഷി ചെയ്തിരിക്കുന്നു. 3 ഏക്കറിൽ 8 ലക്ഷം രൂപ. ആദ്യത്തെ വർഷം 2 ലക്ഷമായിരുന്നു. പിന്നത്തെ വർഷമായപ്പോൾ 4 അങ്ങനെ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും തുക. കായ്ക്കാൻ 3 വർഷം. തൈ വെച്ചാൽ നമ്മൾ 3-ാം വർഷം കായ. വിപണനം എന്ന് പറയാൻ ഇവിടെ വന്ന് നേരിട്ട് എടുക്കാൻ ആൾക്കാരുണ്ട്.
ഏജൻസിയുണ്ട്, ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അവർ വന്ന് കച്ചവടം വില പറയും, കിലോയ്ക്കും വില പറയും. അവരൊരു ഉദ്ദേശം ഒരു കണക്ക് കൂട്ടും, എത്ര കിലോ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുമെന്ന്. അപ്പോൾ അത് ഒരു കിലോയ്ക്കുള്ള വില വേണമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവർ 100, 120 അങ്ങനെ ആ റേഞ്ചിലാണ് എടുക്കുന്നത്. അതല്ല അടച്ചാണെങ്കിൽ അടച്ചെടുക്കും, തോട്ടം അടച്ച. ഞാൻ ഇതുവരെ കൊടുത്തതെല്ലാം തോട്ടം അടച്ച. വിളവെത്തുന്നതിന് മുൻപ് റംബൂട്ടാൻ ആകെ വലയിട്ട് മൂടും, പിന്നീട് മൊത്ത കച്ചവടക്കാർക്ക് നൽകുമെന്നും തോമസ് പറയുന്നു. റംബൂട്ടാൻ കൃഷി കൂടാതെ പശു, ആട് എന്നിവയെയും വളർത്തുന്നുണ്ട്. ഭാര്യ ജിജിയുടെ പൂർണ്ണ പിന്തുണയും ഇദ്ദേഹത്തിനുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ നഗരസഭ മെഡിക്കൽ ലാബിൽ അത്യാധുനിക പരിശോധന ഉപകരണങ്ങൾ പ്രവർത്തനം തുടങ്ങി. കുടുംബശ്രീ ഫണ്ടിങ്ങിലൂടെയാണ് ഉപകരണങ്ങൾ സ്ഥാപിച്ചത്. പാലാ നഗരസഭ മെഡിക്കൽ ലാബിൽ അത്യാധുനിക പരിശോധനാ ഉപകരണങ്ങൾ പ്രവർത്തനം തുടങ്ങി. ആധുനിക സാങ്കേതിക വിദ്യയും കൃത്യതയാർന്ന പരിശോധനാ സംവിധാനങ്ങളും ഉപയോഗിച്ച് മികച്ച ലബോറട്ടറി സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്നതിന്റെ ഭാഗമായി പാലാ നഗരസഭ മെഡിക്കൽ ലാബിൽ അത്യാധുനിക ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി, ഹെമറ്റോളജി അനലൈസർ ഉപകരണങ്ങൾ സ്ഥാപിച്ച പ്രവർത്തനം ആരംഭിച്ചു. കുടുംബശ്രീ ഫണ്ടിങ്ങിലൂടെയാണ് ഉപകരണങ്ങൾ സ്ഥാപിച്ചത്. ഉപകരണങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു നിർവഹിച്ചു. മുനിസിപ്പാലിറ്റിയിലെ ലാബിനെ പറ്റി കുറെ പേർക്ക് അറിയാമെങ്കിൽ തന്നെ ഇനിയും കുറച്ചുകൂടെ ആൾക്കാർ അറിയാനുണ്ട്. നമ്മൾക്കൊരു ടെൻഷൻ ആണ്, ഇവിടെ എല്ലാ ലാബ് വന്നാൽ എല്ലാ ടെസ്റ്റിംഗ് കിട്ടുമോ, അല്ലെങ്കിൽ എല്ലാ മെഷീൻസ് എല്ലാം പുതിയതാണോ എന്നുള്ള പല പല കൺസേൺസ് ജനങ്ങൾക്കുണ്ടായിരിക്കാം. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞങ്ങൾ ഇവിടെ നിന്നാണ് ലാബിൽ എടുക്കുന്നത്. നമ്മൾക്ക് വെളിയിൽ നിന്നുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളെക്കാട്ടി കുറച്ചുകൂടെ വില കുറവ് നമുക്കിവിടെ ഉണ്ട്. പക്ഷേ കുറേ കൂടെ ആൾക്കാരിലേക്ക് ഇത് എത്തേണ്ടതായിട്ടുള്ളൊരു, ആൾക്കാർ അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും പുതിയൊരു മെഷീൻ, അത് നമ്മുടെ ഇവിടെ ഇപ്പം നമ്മളുടെ പ്രൊജക്റ്റാണ്. ഇപ്പോൾ ഒരു മെഷീൻ വരുമ്പോൾ ആൾക്കാർക്ക് 1 മണിക്കൂറിൽ 300 ടെസ്റ്റ് ചെയ്യണമെന്നാണ് ഇവിടെ HS പറഞ്ഞത്. അപ്പം ആൾക്കാർക്ക് ഒത്തിരി ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ രജിത പ്രകാശ്, ടോണി തയ്യപ്പറമ്പിൽ, നഗരസഭാ സെക്രട്ടറി ആകാശ് MS, കിങ് സിറ്റി മാനേജർ ആഡ്ലി പി ജോൺ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ സതീഷ് ശശികുമാർ, ലാബ് ടെക്നീഷ്യന്മാർ, നഗരസഭാ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പൊതുജനങ്ങൾക്ക് ആകർഷകമായ കുറഞ്ഞ നിരക്കിൽ വിവിധ പരിശോധനാ പാക്കേജുകൾ നഗരസഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വാട്സാപ്പിലൂടെ ലഭ്യമാക്കുന്ന സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാട് കൗണ്ടർ സമർപ്പണവും നടപ്പന്തൽ നിർമ്മാണ ശിലാസ്ഥാപനവും നാളെ നടക്കും. രാവിലെ 11:30 പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ വഴിപാട് കൗണ്ടർ സമർപ്പണവും NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS മോഹൻ നടപ്പന്തൽ നിർമ്മാണ ശിലാസ്ഥാപനവും നിർവഹിക്കും. ചാമമ്പതാൽ കന്നുകുഴി കുന്നപ്പള്ളിൽ വീട്ടിൽ ജോർജ് ജോസഫ് നിര്യാതനായി 55 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാസവളങ്ങളുടെ വിലവർധനയിൽ പ്രതിഷേധവുമായി കിസാൻ സഭ. സംസ്ഥാനമൊട്ടാകെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം. കൊല്ലപ്പള്ളിയിൽ ഫാം ഹൌസിലെ കവർച്ച. പ്രതികളായ കാഞ്ഞിരപ്പള്ളി കൂട്ടിക്കൽ സ്വദേശികൾ പിടിയിൽ. പ്രതികൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് ഫാം ഹൌസിലെ ഓട്ടോറിക്ഷയും സ്കൂട്ടറും. കനാൻ വയോജന സംരക്ഷണ വില്ലേജിന്റെ സമർപ്പണം ഈ മാസം 18-ന്. മുഖ്യമന്ത്രി VD സതീശൻ സമർപ്പണം നടത്തും. പാമ്പാടി ചെറുവള്ളിക്കാവിൽ 12 പാത്ര ഗുരുതി ഈ മാസം 12-ന്. ദർശന പ്രാധാന്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.